Meet the editors. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത്. അപകടമുണ്ടായി അധിക സമയം കഴിയുന്നതിന് മുൻപ് തന്നെ മന്ത്രിമാരായ വീണ ജോർജും വി എൻ വാസവനും സ്ഥലത്തെത്തി. എന്നിട്ടും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ വീഴ്ച പറ്റി. തകർന്ന കെട്ടിടത്തിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വൈകി. 2 മണിക്കൂറിന് ശേഷമാണ് കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിനെ കണ്ടെടുത്തത്. വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണ് തകർന്നു വീണത്. വലിയ ശബ്ദത്തോടെ കെട്ടിടം നിലംപതിച്ചപ്പോൾ അവിടെ എത്തിയ ആശുപത്രി അധികൃതർ ആശ്വസിച്ചത് ആളില്ലാത്ത കെട്ടിടമെന്ന് പറഞ്ഞായിരുന്നു. ആൾത്തിരക്കുള്ള ആശുപത്രിക്കകത്ത് ആളില്ലാത്ത കെട്ടിടം ഉണ്ടാകുമോ എന്ന ചോദ്യം ആരും ഉന്നയിച്ചില്ല. ആ ബ്ലോക്ക് ഉപയോഗിക്കുന്നില്ല, അടച്ചിട്ടിരുന്നൊരു ബ്ലോക്കാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഇൻഫർമേഷൻ. ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ട് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞത് അതെന്താണെന്നുള്ളത് റിപ്പോർട്ട് വരട്ടെ, നമുക്ക് നോക്കാം. 13-ാം വാർഡിനോട് ചേർന്നുള്ള കെട്ടിടം വീണതറിഞ്ഞ് ചികിത്സയിലുള്ള നവമിയാണ് അമ്മയെ കാണാനില്ലെന്ന് ആദ്യം പറഞ്ഞത്. ഇക്കാര്യം പറഞ്ഞിട്ടും ആശുപത്രി അധികൃതർ അത് ഗൗരവത്തിലെടുത്തില്ല. അപ്പോഴും വിശ്രുതൻ കുളിമുറിയിലേക്ക് പോയ ഭാര്യയെ തിരയുകയായിരുന്നു. ആ മനുഷ്യന്റെ ആധിക്ക് വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കാനാകുമായിരുന്നു. ഇത് നമ്മുടെ ഹോസ്പിറ്റൽ വാർഡുമായിട്ട് ബന്ധമില്ലായിരുന്നു. ഇതും ഇവിടെ വേസ്റ്റ് ഒക്കെ കൊണ്ട് തള്ളുന്ന രൂപത്തിൽ ഡംപ് ചെയ്തിരുന്ന ഒരു അടച്ചിട്ടിരുന്നൊരു സാധനം, അതിനകത്ത് ഒരു കരുതാണ്. ആളില്ലാത്ത കെട്ടിടമെന്ന് മന്ത്രി കൂടി പറഞ്ഞതോടെ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കുന്നത് മന്ദഗതിയിലായി. മന്ത്രി വി എൻ വാസവന്റെ നിർദ്ദേശപ്രകാരമാണ് JCB ഉപയോഗിച്ച് പരിശോധന തുടങ്ങിയത്. അപ്പോഴേക്കും 2 മണിക്കൂർ പിന്നിട്ടിരുന്നു. അവസാനം ബിന്ദുവിന്റെ ജീവനില്ലാത്ത ശരീരം കണ്ടെത്തി. പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുകയാണ്. രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ച ആരോഗ്യമന്ത്രിയാണ് മരണത്തിന് ഉത്തരവാദിയെന്ന് പ്രതിപക്ഷ നേതാവ്. അവരുടെ ആ ഒറ്റ പ്രഖ്യാപനം കൊണ്ടാണ് ഇന്നവിടെ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത്. ഒരു കുടുംബത്തിന് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടത്. ഈ മരണത്തിന് ഉത്തരവാദിത്വം അവരാണ്. രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ്. കേരളത്തിലെ ആരോഗ്യമേഖല അന്തർദേശീയ തലത്തിലാണെന്ന് ആവർത്തിച്ച് പറയുന്നതിനിടയിലാണ് നടുക്കുന്ന വാർത്ത. ഈ അപകടവും മരണവും പറഞ്ഞു പെരുപ്പിക്കുകയാണെന്ന വാദമാണോ ഇനിയും സർക്കാർ ഉന്നയിക്കുന്നത്? എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായ സിസ്റ്റം തന്നെയോ പ്രതിസ്ഥാനത്ത്? മന്ത്രിക്ക് വീഴ്ചയോ എന്നാണ് ചോദ്യം. സ്മൃതി, വളരെ നിർധനരായ കുടുംബമാണ് ബിന്ദുവിൻ്റേത്. ബിന്ദുവിൻ്റെ വീടിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പാതി പൂർത്തിയായ വീട്, പാതി തേക്കാത്ത വീട്. അപ്പോൾ ആ വീടിനുള്ളിൽ അവരുടെ ഒരു വരുമാനവും ഒരു പ്രധാനപ്പെട്ട അത്താണിയായിരുന്നു. അവർ എനിക്ക് തോന്നുന്നു ഒരു തുണിക്കടയിലോ മറ്റോ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരി കൂടിയായിരുന്നു. ഒരു മകളുണ്ട്, ഒരു മകനുണ്ട്. മകൻ എഞ്ചിനീയറിംഗ് മറ്റും, ഭർത്താവ് ഒരു നിർമ്മാണ തൊഴിലാളിയാണ്. അപ്പം ഈ സാധാരണ മനുഷ്യരുടെ അത്താണിയാണല്ലോ മെഡിക്കൽ കോളേജ്. മകളുടെ ചികിത്സ കഴിഞ്ഞു ഡിസ്ചാർജ് ചെയ്യാറായിരിക്കുന്ന സമയത്താണ് ഈ അപകടം നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂറോ സർജറി വിഭാഗത്തിൽ ഗുരുതരമായ വീഴ്ചയല്ലേ ഉണ്ടായി. ഓപ്പറേഷൻ നടക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഓപ്പറേഷൻ നടക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും ദിവസം അവിടെ ആശുപത്രിയിൽ തുടരേണ്ടതുണ്ട്. നമുക്കറിയാം മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് ഓപ്പറേഷൻ ഒരു തീയതി കിട്ടുക തന്നെ എത്ര സാഹസപ്പെട്ടിട്ടാണ്. കുറേ സമയമെടുക്കും, കാരണം അത്രയധികം രോഗികൾ ആശ്രയിക്കുന്ന ഇടമായതുകൊണ്ട് അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ മകളുമായിട്ട് ഈ അമ്മയും അച്ഛനും അവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഈ വാർത്ത എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്രേക്കിംഗ് തുടങ്ങുമ്പോഴാണ്. ഡോക്ടർ ഇറങ്ങുന്നു, ഞാൻ കയറുന്നു. ആ സമയത്താണ് ഈ വാർത്ത വരുന്നത്. നമ്മൾ തന്നെ ആ വാർത്ത 2 പേരും കൂടി വായിച്ചിട്ടാണ് അങ്ങ് ഇറങ്ങുന്നത് അല്ലേ. ആ വാർത്തയിൽ നിന്ന് പിന്നെ നമുക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഈ നിമിഷം വരെ നമ്മൾ ആ വാർത്തയിൽ നിൽക്കുകയാണ്. മറ്റൊരു വാർത്തയും നമ്മൾ കൊടുത്തിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ കാണുന്നുണ്ട്. 10:30 ഈ അപകടം സംബന്ധിച്ച്, 10:35 അല്ലേ. ഒരു 11 മണിയോടുകൂടി തന്നെ നമ്മൾ ഈ വാർത്തയെ അറിയുന്നു. നമ്മുടെ പ്രതിനിധി അപ്പോഴേക്കും ആ വാർത്ത ടെലിഫോണിൽ നൽകുന്നു. അവിടേക്ക് അഖിൽ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എത്തുന്നത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അഖിൽ അവിടെ എത്തുന്നുണ്ട്. പിന്നെ കാണുന്ന കാഴ്ച എന്നുള്ള ആകെ തകർന്ന് കിടക്കുന്ന കെട്ടിടമാണ് അല്ലേ. ആകെ തകർന്ന് കിടക്കുന്ന വെച്ചാൽ ഒരു വലിയ കെട്ടിടം തകർന്ന് വീണത് തന്നെയാണ് ദൃശ്യങ്ങളിലുള്ളത്. നമുക്കത് കാണാനാകുന്നുണ്ട്. അത്രത്തോളം അതിൻ്റെ താഴേക്ക് മുഴുവൻ കെട്ടിടാവശിഷ്ടങ്ങൾ കിടക്കുന്നു. അവിടെ ഇന്ന് ഒരു 4 ജില്ലകളിലെ അവലോകന യോഗം കോട്ടയത്താണ് നടക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരെല്ലാം അവിടെയുണ്ട്. അതുകൊണ്ടാകണം വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യമന്ത്രിയും വി എൻ വാസവനും, ജില്ലയിലെ മന്ത്രിയാണല്ലോ, അവിടേക്ക് എത്തുന്നു. അവർ ആദ്യം നടത്തുന്ന പ്രതികരണം എന്നുള്ളത് നേരിയ പരിക്കുള്ള 3 പേർ അവരെ അപ്പോൾ തന്നെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയിരിക്കുന്നു. ചില ആളുകളുടെ പ്രതികരണങ്ങളായി നമുക്കും അപ്പോൾ ബൈറ്റ് കിട്ടുന്നുണ്ട്. കൊണ്ടുപോയിട്ടുണ്ട്, ചോര വാർന്നിരുന്നു. ഒരു കുട്ടിയെ കൊണ്ടുപോയത് അവിടെ തന്നെ ഒരു ജൂനിയർ ഡോക്ടറാണ്. ആ ഡോക്ടർ അടക്കം പറഞ്ഞാൽ ആ കുട്ടിയെ കൊണ്ടുപോയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ഈ കെട്ടിടാവശിഷ്ടങ്ങൾ അവിടെ കിടക്കുകയാണല്ലോ. അതിലാരെങ്കിലും
കുടുങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നാമല്ലോ. ആ കാഴ്ചയിലേക്ക് മന്ത്രിയും പോകുന്നില്ല, അവിടെ എത്തുന്ന ആരും പോകുന്നില്ല എന്നുള്ളതാണ്. മന്ത്രി ആരും തന്നെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതോടുകൂടി തന്നെ ആ തിരച്ചിൽ എന്നുള്ള കാര്യം അവിടെ അടയുകയാണ്, അതിനുള്ള സാധ്യത അവിടെ അടയുകയാണ്. അവിടെയാണ് മന്ത്രി അവിടെ കുറ്റവാളിയാകുന്നത്. മന്ത്രിക്ക് പറ്റിയിരിക്കുന്ന വീഴ്ച എന്നുള്ളത് ഒരു ജീവൻ പോയ വീഴ്ചയാണ്. കാരണം അവിടേക്ക് പിന്നെ എങ്ങനെയാണ് രക്ഷാപ്രവർത്തകർ എത്തുന്നത്? നമുക്കൊരു ശബ്ദരേഖ കിട്ടുന്നു അല്ലേ, ജിമ്മിയാണത് ആദ്യം പറയുന്നത്. ശബ്ദരേഖ കിട്ടുന്നത് ഒരു 11 മണിയോട് കൂടിയാണ്. ആ ശബ്ദരേഖ കിട്ടുന്നത് ബന്ധുവിൻ്റെയാണ്. ആ ബന്ധു പറയുന്നത് ഇവർ കുളിക്കാൻ പോയതാണ്, ഫോൺ എടുത്തിട്ടില്ല അതുകൊണ്ട്. അപ്പോൾ വിളിച്ച് അന്വേഷിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് കെട്ടിടം വീണു എന്നുള്ള വിവരം അവർ അറിയുമ്പോൾ അതിൻ്റെ ഒരു ആശങ്കയാണ് ആ ശബ്ദത്തിൽ മുഴുവനുള്ളത്. ആശുപത്രി അധികൃതരുമായി സംസാരിക്കുന്ന ശബ്ദരേഖയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പരിശോധിക്കാമെന്ന് പറയുന്നു. ബിന്ദു എന്നൊരു വ്യക്തിയെ കാണാനില്ല എന്ന് നമ്മൾ ആ നിമിഷം മുതൽ കൊടുക്കുകയാണ്. പക്ഷേ ബിന്ദു എന്നൊരു വ്യക്തിക്കായുള്ള തിരച്ചിൽ എവിടെ നടക്കുന്നു നമുക്ക് അറിയുന്നില്ല. അങ്ങനെ ഒരു തിരച്ചിൽ നടക്കുന്നതായിട്ട് എവിടെ നിന്നും വിവരം കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ ഔദ്യോഗികമായൊരു പ്രതികരണം കിട്ടണ്ടേ? ഒന്നും സംഭവിക്കുന്നില്ല. പിന്നീട് 12 മണിയോടുകൂടി അവിടെ തിരച്ചിൽ വരുന്നത് ഈ ബന്ധു തന്നെ പോലീസിൽ പരാതിപ്പെടുമ്പോഴാണ്. തിരച്ചിൽ തുടങ്ങുന്നു, ഫയർഫോഴ്സ് എത്തുന്നു. ഫയർഫോഴ്സ് എത്തുമ്പോൾ JCBകൾ അവിടേക്ക് കയറ്റാൻ പറ്റുന്നില്ല. ആശുപത്രി കെട്ടിടത്തിലൂടെ വേണം കടന്നു വരാൻ. ആ കെട്ടിടം പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടം തകർത്തുകൊണ്ട് ആ JCBകൾ അകത്തേക്ക് വരുന്നു. എന്നിട്ട് ആ തിരച്ചിൽ നടത്തുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ബോഡി ഒരാളെ പുറത്തേക്ക് എടുക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയാണ്. അത് ആണാണോ പെണ്ണാണോ ഒന്നും ചോദിക്കാൻ ആളില്ല. കാരണം ഈ ചോദ്യങ്ങൾക്കൊന്നും രക്ഷാപ്രവർത്തകർ മറുപടി നൽകുന്നില്ല. ഒരു സ്ത്രീയാണെന്ന് പിന്നെ തിരിച്ചറിയുന്നു. അത് ബിന്ദുവാണോ എന്ന സംശയം. ബിന്ദുവാണോ എന്ന രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ വാർത്ത. ഒരാളെ കാണാതായി എന്ന് പറയുമ്പോൾ ആ വീട്ടുകാരത് അറിയില്ലേ? അപ്പോൾ അതും നമ്മുടെ മുന്നിലൊരു ശങ്കയായി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ മുമ്പുണ്ടായിരുന്ന ഒരു ആശുപത്രി ബോർഡ് മെമ്പർ അല്ലേ, പഴയ ബോർഡ് മെമ്പറാണ് പ്രതികരണം നടത്തുന്നത്. ബിന്ദു തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പോഴും ഈ രക്ഷാപ്രവർത്തകർ ആരും മിണ്ടുന്നില്ല. അവർക്ക് എന്തോ നിർദ്ദേശം ലഭിച്ചിരിക്കണം, മിണ്ടരുത് എന്ന്. മരിച്ചിട്ടുണ്ടോ ജീവനോടെയാണോ പുറത്തെടുത്തതെന്ന് പോലും പറയുന്നില്ല. അത്രയും അനാസ്ഥ അവിടെ നടക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നു. 1 മണിക്കാണ് ആ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നത്. ഒരുപക്ഷെ 10:30 ഈ അപകടം സംബന്ധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ JCB ഒന്നും വരണ്ട, അല്ലാതെ തന്നെ ഒന്ന് എടുത്തു മാറ്റുന്ന കാര്യങ്ങളിലേക്ക്, കൈകൊണ്ട് എടുത്തു മാറ്റുന്ന രൂപത്തിലേക്കൊക്കെ ആ പ്രവർത്തനം നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അല്ലേ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ്. അത് സംഭവിച്ചിട്ടില്ല. പിന്നെ നടക്കുന്ന പ്രതികരണം എന്താണ് നമ്മൾ കാണുന്നത്? മന്ത്രിമാർ സൂപ്രണ്ടിൻ്റെ മുറിയിലുണ്ട്. മന്ത്രിമാരുടെ പ്രതികരണം പിന്നെ വരുന്നത് എന്താണ്? അവിടെയാണ് രാഷ്ട്രീയം, അവിടെയാണ് മാനുഷികമായ ഒരു കാര്യം ആ മന്ത്രിയിൽ നിന്ന് ഉണ്ടാകാതിരിക്കുന്നത്. മാനുഷികമായ ഒരു പ്രതികരണമല്ല വരുന്നത്. 2013 വീഴ്ച, അന്നു മുതൽ ഈ കെട്ടിടത്തിന് ചോർച്ചയുണ്ടായിരുന്നു എന്ന് നൽകിയിരിക്കുന്ന പരാതിയുടെ കോപ്പി, പിന്നെ എത്ര വർഷം അതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന കാര്യങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നടന്ന വീഴ്ചയെക്കുറിച്ചുള്ള പരിശോധനയെല്ലാം നടന്നിരിക്കുന്നത് 2013. 2025 നിൽക്കുന്നത്. 9 വർഷം ഭരണത്തിലിരിക്കുന്ന സർക്കാരാണല്ലോ. അപ്പോൾ അതിനു മുൻപുള്ള സർക്കാരിന് പറ്റിയ വീഴ്ചയെക്കുറിച്ച് പറയാൻ ഇനി സമയമുണ്ടെന്നേ. ഇന്നല്ല, ഇന്ന് പറയേണ്ടത് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് ആ തിരച്ചിൽ വേഗം നടന്നില്ല എന്നുള്ളതാണ് മറുപടി നൽകേണ്ടത്. എന്തുകൊണ്ട് ആ പഴകിയ കെട്ടിടത്തിൽ ഇപ്പോഴും അവിടെ രോഗികൾ അവിടെ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ ശുചിമുറികൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഉപയോഗിച്ചിരുന്ന ശുചിമുറികളാണ്. ആ 3 നിലയിലെ ശുചിമുറി ഉപയോഗിച്ചിരുന്നതാണ്. 14-ാം നിലയിലെ ഏറ്റവും മുകളിലത്തെ നിലയിലെ മാത്രം, ബാക്കി 2 അടച്ചു പൂട്ടിക്കിടക്കുന്ന, എന്തായാലും ആ കൂട്ടിരിപ്പുകാർ പറയുന്നത് പൂട്ടിക്കിടക്കുന്ന ഒരു ശുചിമുറി ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയും. ഏതോ ഒരു ശുചിമുറി ഒന്നൊറ്റ പൂട്ടിയിട്ടുണ്ടാകാം, അറിയില്ല. ആ പഴകിയ ദ്രവിച്ച വീഴാറായ ശുചിമുറിയാണ് അവിടെ കൂട്ടിരിപ്പുകാർ ഉപയോഗിച്ചിരുന്നത്. അവർ തന്നെ പറയുകയാണ് ഇന്ന് രാവിലെ പോലെ ഉപയോഗിച്ചിരുന്നു എന്ന് ഭയത്തോടെ പറയുന്ന പ്രതികരണം നമ്മുടെ മുന്നിലുണ്ടെന്നേ. ഈ ആശുപത്രി കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗമൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടല്ലോ. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാം. ആ ഇടിഞ്ഞു വീഴുന്ന കെട്ടിടത്തിൽ എത്ര രോഗികളാണ് 3 വാർഡുകളായി കഴിഞ്ഞിരുന്നത്. അവരെ ഒന്നടങ്കം മാറ്റുകയാണ് പുതിയ കെട്ടിടത്തിൽ. അപ്പോൾ മാറ്റാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മാറ്റാതിരുന്നത്? അതൊരു വലിയ ഉദ്ഘാടന പരിപാടിയാക്കി ഒരുപക്ഷെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാറ്റാനാണോ ഉദ്ദേശിച്ചതെന്ന് സംശയം തോന്നുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയല്ലായിരിക്കാം. പക്ഷെ അങ്ങനെ സംശയം തോന്നാമല്ലോ. എന്തുകൊണ്ട് മാറ്റുന്നില്ലേ? ഇത് അവിടെ തുടരാൻ പറ്റാത്ത കെട്ടിടമാണെന്നേ. അവിടെ നിന്നാണ് രോഗികളെ മാറ്റുന്നത്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക മേനി പറയുകയാണ് ഈ പഴയ കെട്ടിടത്തിൽ 10 തിയേറ്ററുകളേ ഉള്ളൂ, ഞങ്ങളിതാ നിർമ്മിച്ചിരിക്കുന്നതിൽ 14 തിയേറ്ററുകളുണ്ട്. ഇതൊക്കെ പറയേണ്ട ദിവസമല്ല ഇത്. ഇതെങ്ങനെ സംഭവിച്ചു, ഒരാളുടെ മരണത്തിലേക്ക് എങ്ങനെ എത്തി എന്നതിൻ്റെ ഉത്തരമാണ് നൽകേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് പ്രതികരണം വരുന്നത്. ഇവിടെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ, മെൻസ് ഹോസ്റ്റൽ, അതും ഇതേ അവസ്ഥയിലാണ്. അവിടെയുള്ള പഴയ കെട്ടിടങ്ങളുടെ എണ്ണം എടുക്കണം. അവിടെ മാത്രമല്ല, സംസ്ഥാനത്തുടനീളമുള്ള മെഡിക്കൽ കോളേജുകളുടെ കെട്ടിടങ്ങളുടെ പഴക്കം പരിശോധിക്കുകയും അപകടാവസ്ഥയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയും പുതിയ കെട്ടിടത്തിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ വീഴ്ചകൾ പറയുന്ന ആ ഡോക്ടർക്ക് ഇന്ന് നടപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് രാവിലെ എന്താണ് ഡോക്ടർ അരുണിനോട് പറഞ്ഞത്? ഞാനിതാ ചുമതലയേൽപ്പിക്കാനുള്ള അടുത്ത ആളില്ല, അദ്ദേഹം ലീവിലാണ്. അതിൻ്റെ അടുത്ത ആളുമില്ല, അദ്ദേഹവും ലീവിലാണ്. അതിൻ്റെ അടുത്ത ആളെ ചുമതലയേൽപ്പിച്ച് അദ്ദേഹം എനിക്കിതാ നടപടി വരുന്നില്ല, 2 കൈ കൊണ്ട് സ്വീകരിക്കാൻ പോകുന്നു എന്ന രൂപത്തിൽ നിൽക്കുന്ന ഡോക്ടറാണ് നമ്മൾ കണ്ടത്. അപ്പോഴാണ് ഈ അടുത്ത സംഭവം വരുന്നത്. അപ്പോൾ ഈ
പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ മുഴുവൻ പ്രതിസ്ഥാനത്താക്കി, ശത്രുപക്ഷത്താക്കി, ഞങ്ങളെ തകർക്കാൻ, ഞങ്ങളെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വരുന്നവർ എന്ന രീതിയിൽ ചാപ്പ കുത്താതെ പിഴവുകൾ തിരുത്താനുള്ള ശ്രമമാണ് വേണ്ടത്. മന്ത്രിക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഒരു മരണം സംഭവിച്ചതിൻ്റെ ഉത്തരവാദിത്തം അവിടെ എത്തിയ മന്ത്രിമാർ നടത്തിയ ഉത്തരവാദിത്തമില്ലാത്ത മറുപടിയിൽ നിന്ന് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രേക്ഷകരെ, മന്ത്രിക്ക് വീഴ്ച പറ്റിയോ കോട്ടയത്തെ ദുരന്തത്തിൽ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, ഈ ഒരു മന്ത്രി പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ മന്ത്രിമാർ പറഞ്ഞതുകൊണ്ട് കെട്ടിടത്തിനിടയിൽ ആരുമില്ല, 2 പേർക്കേ പരിക്കുള്ളൂ, അതുകൊണ്ട് എല്ലാം ശാന്തം എന്നൊരു മന്ത്രി പറഞ്ഞതുകൊണ്ടോ പറയാതിരുന്നത് കൊണ്ടോ രക്ഷാപ്രവർത്തനം നിർത്തുകയോ നിർത്താതിരിക്കുകയോ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇന്ന് പ്രതിപക്ഷം പറഞ്ഞതുപോലെ മന്ത്രി പറഞ്ഞു അതുകൊണ്ട് രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയല്ല സാധാരണ രീതിയിൽ കാര്യങ്ങൾ നടക്കുക. ഒരു സ്ഥലത്തേക്ക് മന്ത്രി വരുമ്പോൾ ഒരു മേലുദ്യോഗസ്ഥൻ വരുമ്പോൾ താഴെയുള്ളവരാണ് ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുക്കുക. ആ ഇൻഫർമേഷൻ അനുസരിച്ചാണ് മന്ത്രി പറയുക. അല്ല മന്ത്രി എങ്ങനെ അറിയുക അടിയിൽ ആളുണ്ടോ ഇല്ലയോ, 2 പേർക്ക് പരിക്കുള്ളോ ഇല്ലയോ, അത് മന്ത്രി അറിയുന്ന കാര്യമല്ല. പക്ഷേ അവിടെ വീഴ്ച പറ്റിയത് മന്ത്രിക്കല്ല, ഈ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്ത ആർക്കോ ആണ്. അങ്ങനെയാണ് ഒരു സാമാന്യ യുക്തിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, അവിടെ വീഴ്ച പറ്റിയ ഒരു തെളിവ് കൂടിയുണ്ട്. മന്ത്രി വി എൻ വാസവൻ വൈകുന്നേരം വാർത്താസമ്മേളനം നടത്തിയപ്പോൾ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ JCB വന്നല്ലോ 12:30 മണിയാകുമ്പോൾ അവിടെ വരുന്നു, ഞാനപ്പോൾ പറയുന്നു ഫയർ ഓഫീസറെ വിളിക്കൂ എന്ന് പറയുന്നു. എന്നിട്ട് JCB വിളിച്ചോ, പെട്ടെന്ന് JCB വിളിക്കൂ എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. അതിനുശേഷം വി എൻ വാസവനെ സംസാരിക്കണമെന്നപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കൾ ഈ JCB വിളിക്കണം, ഇത് മാന്തി നോക്കണം എന്നുള്ള സാമാന്യ യുക്തി പോലും ഫയർ ഓഫീസർക്ക് തോന്നിയില്ല, മന്ത്രിക്കാണ് തോന്നിയത്. അപ്പോൾ അദ്ദേഹം വേറെന്തോ മറുപടി പറഞ്ഞത് അങ്ങ് ഒഴിഞ്ഞു. പക്ഷേ നോക്കൂ, ഇന്ന് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ വളരെ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, വേറെ ആർക്കും അപകടമൊന്നും പറ്റിയിട്ടില്ല എന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് എങ്ങനെയോ ഒരു അബദ്ധം, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. അതുകൊണ്ട് തന്നെ JCBയോ മറ്റോ വിളിക്കണ്ട എന്ന് തോന്നി. മന്ത്രി വി എൻ വാസവൻ പറയുന്നതാണ് ശരിയെങ്കിൽ കേട്ടോ, അവിടെയും ഒരു വലിയ വീഴ്ച വന്നു. 2 മണിക്കൂർ താമസിച്ചു. ഒരു പക്ഷേ ചിലപ്പോൾ JCB മറ്റോ നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സ്ത്രീയെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഈ 2 കാര്യങ്ങൾ ആദ്യം സംസാരിക്കുമ്പോൾ ഈ 2 മന്ത്രിമാരും പറഞ്ഞതിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുള്ളതായി ഞാൻ കരുതുന്നതേയില്ല. പോയിന്റ് നമ്പർ 1. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായി, അത് അവർക്ക് പറയേണ്ടി വന്നു. ഇത് മാത്രമല്ല, 2 മന്ത്രിമാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ബാത്റൂം ആരും ഉപയോഗിക്കുന്നില്ല, അത് മുഴുവൻ പൂട്ടിക്കിടക്കുന്നതാണ്. വി എൻ വാസവൻ പറയുന്നത് അതെന്തോ ചവറെന്തോ ഇടുന്ന സ്ഥലമാണെന്നാണ്. അത് മന്ത്രി അറിഞ്ഞുള്ളൊന്നില്ല, പറഞ്ഞു കൊടുത്തതായിരിക്കും. ഇങ്ങനെ ആ സംഭവത്തെക്കുറിച്ച് ആ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഒരു പ്രാഥമിക വിവരവും ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫിനോ ഹോസ്പിറ്റൽ നേതൃത്വം കൊടുത്തവർക്കോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. അത് മന്ത്രിയുടെ തലയിൽ വെക്കരുത്. പക്ഷേ എന്നാൽ അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അത് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് ഒരു മന്ത്രിമാർ പറയേണ്ടത്? ഞങ്ങൾക്ക് തെറ്റിപ്പോയി, അത് ഞങ്ങളുടെ തെറ്റാണ്, ഞങ്ങളെ ഇവരിങ്ങനെ ഒരു കാര്യങ്ങൾ അറിയിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്നാണ് പറയേണ്ടത്. അവിടെ വെച്ച് ആ വിഷയം തീരണം. എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്കത് എന്ത് ചെയ്യാം എന്ന് പറയണം. അങ്ങനെയല്ല. അതിനുശേഷം വൈകുന്നേരം മന്ത്രി വാർത്താസമ്മേളനം നടത്തുമ്പോൾ ആദ്യം വാർത്താസമ്മേളനം തുടങ്ങുന്നത് തന്നെ ഈ കെട്ടിടത്തിൻ്റെ വീഴ്ചയ്ക്ക് കാരണം ഞങ്ങളല്ല, പഴയ സർക്കാരാണ്. പണ്ട് കാലത്ത് കേരളകൗമുദിയിൽ ഒരു വാർത്ത വന്ന് ഓർക്കുന്നുണ്ട്. ഏത് അസുഖമാണെന്ന് പറഞ്ഞു, ചിക്കൻ ഗുനിയ വരുത്തിയത് UDF കാലത്തെ കൊതുകുകൾ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഹെഡ്ലൈൻ വന്നത്. വേറെ ഒന്നുമില്ല, ടെക്നിക്കലാണ്. ഈ കൊതുക് ഇത്ര കാലം ഉണ്ടായിരുന്നു, അത് വളർന്നതിന് മുമ്പത്തെ കാലത്താണ്, കൊതുക് മുട്ടയിട്ടതാണ് ഈ സർക്കാരിൻ്റെ കാലത്താണ് വന്നത്. ഇതായിരുന്നു വാർത്ത ഹെഡ്ലൈൻ. ഇങ്ങനെ വളരെ പരിഹാസ്യമായ രീതിയിൽ കാര്യങ്ങളെ സ്വന്തം വഴിക്ക് വളയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കഥ പറഞ്ഞുകൊണ്ടാണ് മന്ത്രി വീണ ജോർജ് ഇന്ന് 2ാമത്തെ വാർത്താ സമ്മേളനം നടത്തിയത്. അവിടെയാണ് കാര്യങ്ങൾ വളരെ മോശമായി പോയത്. ഇനിയിപ്പോൾ ഒരു വാദത്തിന് പറഞ്ഞാൽ തന്നെ 2013-14 കാലത്ത് ഈ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്താണ് കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടെന്ന് മനസ്സിലായെന്നിരിക്കട്ടെ. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ 3 വർഷം വേഴ്സസ് 9 വർഷമാണ്. ഈ 9 വർഷം എന്തായിരുന്നു? അതിനും മറുപടിയുണ്ട് വി എൻ വാസവന്. അത് പിന്നെ ഓഖി വന്നു, പിന്നെ കോവിഡ് വന്നു, പിന്നെ മറ്റേ പ്രളയം വന്നു, അങ്ങനെ നീണ്ടു പോയി എന്നാണ്. ഇങ്ങനെ ന്യായങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ ഒരു വിഷയം പറയേണ്ടത്. ഒരാൾ മരിച്ചു കിടക്കുകയാണ്. രാവിലെ 2 മണിക്കൂർ നേരത്തേക്ക് വളരെ വലിയൊരു വീഴ്ചയുണ്ടായി കൊണ്ടുവന്ന ആളുകൾ കരുതുന്നു, ചിലപ്പം മരിച്ചിട്ടുണ്ടാവാം വീണപ്പോൾ തന്നെ. പക്ഷേ അങ്ങനെ ഒരു വലിയ വീഴ്ചയുണ്ടായെന്ന് എല്ലാവരും കരുതിയിരിക്കുമ്പോൾ വന്നു നിന്ന് ജനങ്ങളോട് പറയാനുള്ള ഒരു ധൈര്യം, ഒരു തൊലിക്കെട്ടി എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത്ഭുതം. അവിടെ നിങ്ങൾ പറയേണ്ടിയിരുന്നത് ഈ മരണത്തിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്, ഇത് ഞങ്ങളുടെ ഭാഗത്ത് പറ്റിയ തെറ്റെന്നാണ്. പിന്നെ 2ാമത്തെ ചർച്ച ഇത് മുഴുവൻ അവസാനം ഇത് ബാത്റൂം അടച്ചോ ഇല്ലയോ, എത്ര ബാത്റൂം തുറന്നിരുന്നു, എത്ര ബാത്റൂം തുറക്കാതിരുന്നു എന്നതിനെക്കുറിച്ചാണ് അടുത്ത ചർച്ച. ഈ എൻറ്റയർ കെട്ടിട സമുച്ചയം അപകടത്തിലാണ് എന്നുള്ളതാണ് ആ കത്തിൽ പറയുന്നത്. പിന്നെ സർക്കാരിന് മനസ്സിലായത്, ആശുപത്രി അധികൃതർക്ക് മനസ്സിലായതല്ല. അതിലൊരു ബാത്റൂമിൻ്റെ ഒരു കഷ്ണം 3 നിലയാണ്. ആ 3 നിലയിലെ
ബാത്റൂമുകൾ മുകളിലായിട്ടാണ്, അത് 3 ഇടിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. വാർഡാണ് വീണിരുന്നെങ്കിലോ? ഇതേ കെട്ടിടത്തിൽ 3 വാർഡുകളുണ്ടായിരുന്നു, അതാണ് ഇടിഞ്ഞിരുന്നെങ്കിലോ? ഈ ആശുപത്രി കെട്ടിടത്തിലെ ബാത്റൂം നിങ്ങൾ പൂട്ടാൻ നിങ്ങൾക്ക് സഹായകമായത് അത് ബാത്റൂം ആയതുകൊണ്ടാണ്. വാർഡ് നിങ്ങൾക്ക് പൂട്ടാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം വാർഡ് അപകടത്തിലായിരുന്നില്ല എന്നല്ല, വാർഡ് അപകടത്തിലായിരുന്നു. അതുകൊണ്ടാണല്ലോ പുതിയ കെട്ടിടം പണിയാനുള്ള ചർച്ചയൊക്കെ വരികയും അടുത്ത മാസം 30-ാം തീയതി മുഴുവൻ രോഗികളെയും മാറ്റാനിരിക്കുകയും ചെയ്തത്. മന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഇച്ഛാഭംഗം എനിക്ക് മനസ്സിലാവും. കാരണം ഒരു 30 ദിവസം കൂടെ ഈ സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ വളരെ വലിയ ഖ്യാതിയോടുകൂടി ഞങ്ങളൊരു പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. 660 ബെഡുകളുമായിട്ട് ഒരു പുതിയ സമുച്ചയം ഉദ്ഘാടനം ചെയ്തു എന്ന് പറയാം. അതിൻ്റെ ഫുൾ ക്രെഡിറ്റും മന്ത്രി വീണ ജോർജിനും മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്രെഡിറ്റ് നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ ഈ വീഴ്ചയുടെ, ഈ വലിയ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വവും എടുക്കണം. അതൊരു സാമാന്യ മര്യാദയാണ്, സാമാന്യ യുക്തിയാണ്. ഞങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചുള്ള സാമാന്യ മര്യാദയാണ്. അത് ചെയ്യാതെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഈ മുഴുവൻ കാര്യങ്ങളെയും വഴിതിരിച്ചു വിടുന്നതിൻ്റെ യുക്തി എന്താണ്? ഒരു കാര്യം സർക്കാരിന് ചെയ്യാമോ? എന്തായാലും ഒരു കെട്ടിടം ഇങ്ങനെ ആയല്ലോ. കേരളത്തിൽ 2013 റിപ്പോർട്ട് മന്ത്രി നിമിഷവേഗം കൊണ്ട് 3 മണിക്കൂർ കൊണ്ട് മന്ത്രി 2013 അന്നത്തെ ചീഫ് എഞ്ചിനീയർ റിപ്പോർട്ട്, അതിനുശേഷമുള്ള നടപടി, ഇതെല്ലാം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ച, കേരളത്തിലെ മറ്റ് ആശുപത്രി സംബന്ധിച്ച ഇതുപോലത്തെ എത്ര റിപ്പോർട്ടുകൾ കയ്യിലുണ്ട്? 2 മണിക്കൂർ കൊണ്ട് ഒരു മെഡിക്കൽ കോളേജിൻ്റെ 2013 മുതലുള്ള ഫയലുകൾ നിങ്ങൾക്ക് തപ്പിയെടുക്കാമെങ്കിൽ നിങ്ങൾക്ക് നാളെ രാവിലെ ആകുമ്പോഴോ നാളെ വൈകുന്നേരം ആകുമ്പോഴോ കേരളത്തിലെ ജനങ്ങളോട് മുമ്പ് പറയുമോ നിങ്ങളുടെ കയ്യിൽ ഇത്തരം എത്ര കടലാസുകളുണ്ട്, എത്ര ആശുപത്രി കെട്ടിടങ്ങൾ വീഴാറായിരിക്കുന്നു, എത്ര സർക്കാർ കെട്ടിടങ്ങൾ വീഴാറായിരിക്കുന്നു? അത് പറയുമെങ്കിൽ ഇന്നത്തെ നിങ്ങൾ ഈ 2 മണിക്കൂർ കൊണ്ട് ഈ കടലാസ് മുഴുവൻ തപ്പിയെടുത്തതിലുള്ള ആത്മാർത്ഥത ഞാൻ അംഗീകരിക്കാം. അല്ലെങ്കിൽ ഇത് വീണത് വിദ്യയാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് ഞാൻ പറയേണ്ടി വരും. മാധ്യമങ്ങൾ കളഞ്ഞിട്ട് പഴി, മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നു. കെട്ടിടം തള്ളിയിട്ടത് ഞങ്ങളാണോ? ഈ വാർത്ത വരുമ്പോൾ മന്ത്രി പറഞ്ഞ് വിശ്വസിച്ച് പോയവരാണ്. 2 പേരെയുള്ള നമ്മളൊക്കെ വാർത്ത കൊടുക്കുന്നു. അതിനുശേഷം നമുക്കൊരു ഫോൺ വരികയാണ്. കോട്ടയത്ത് തന്നെയുള്ള ഒരു മാധ്യമ പ്രവർത്തകനോട് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. അങ്ങനെയാണ് വീണ്ടും ഈ വാർത്തയാകുന്നത്. ഈ മാധ്യമപ്രവർത്തകർ അവിടുത്തെ ആളുകളോട് സംസാരിക്കുന്നു, പോലീസിനെ വിളിക്കുന്നു. അങ്ങനെയാണ് 11:30 ഈ സാധനം ഇളകി വരുന്നത്. അങ്ങനെയാണ് ഈ വാർത്തയാകുന്നത്. ഒരു കാര്യം കൂടെ പറയാമല്ലോ, ഈ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരിനെ പഴിചാരുന്നത് വളരെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊരു സിസ്റ്റമിക് വീഴ്ചയാണ്, ഈ കെട്ടിടം 2013 മുതൽ കുഴപ്പത്തിലാണ്, ഇതെല്ലാം പറഞ്ഞല്ലോ. ഒരാഴ്ച മുമ്പ് ഡോക്ടർ ഹാരിസ് പറഞ്ഞായിരുന്നു വാർത്ത 2-3 ദിവസമായിട്ട്. ഡോക്ടർ ഹാരിസിൻ്റെ അവസാന ദിവസമായിരുന്നു ഇന്ന്. ഹാരിസിൻ്റെ നടപടി വരുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടിരുന്ന വാർത്ത. സർക്കാരിൻ്റെ കഷ്ടകാലത്തിന് ആ വിഷയം മാറിപ്പോകുന്നു, അതിലും വലിയൊരു വിഷയം വരുന്നു. ഡോക്ടർ ഹാരിസിനെ ഇനി നിങ്ങൾ ക്രൂശിച്ചാലും ക്രൂശിച്ചില്ലെങ്കിലും ഒന്നും ചെയ്യാനില്ല. അതങ്ങനെയാണ്. കഷ്ടകാലം സാധ്യത അടഞ്ഞു. അല്ല, ഇനി ഹാരിസിന് തൊടാൻ പറ്റില്ല. അത് അങ്ങനെയാണ് കേട്ടോ. അല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ദൈവത്തെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കഷ്ടകാലം വരുമ്പോൾ അതിങ്ങനെ ബസ് പിടിച്ച് ഇങ്ങനെ വരും. കല്ലുമഴ മുടി വെട്ടാതിരുന്നവൻ മുടി വെട്ടിയ കല്ലുമഴ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഡോക്ടർ ഹാരിസിൻ്റെ മാധ്യമങ്ങളോട് അവസാനം സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. എന്നെ ഇതിനു മുമ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു പറഞ്ഞിട്ട് ഒരു രോഗി വന്നു, ആ രോഗിയോട് ഞാൻ മര്യാദയ്ക്ക് പെരുമാറിയില്ല എന്ന് പറഞ്ഞ് സജീവൻ സാർ എന്നെ വിളിച്ചു വരുത്തി, എന്നെ വഴക്ക് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചില കാര്യങ്ങൾ പറയും, ആശുപത്രിയുടെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് ആ സമയം ഞാൻ ചെലവഴിച്ചതെന്നൊരു ബൈറ്റ് വരും. നമ്മളങ്ങനെ ശ്രദ്ധിക്കാതെ പോയ ഒരു ബൈറ്റിലെ ഒരു ഭാഗമാണ്. സജീവൻ സാർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സെക്രട്ടറിയാണ്. എങ്ങനെയാണ് ഒരു മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി വഴക്ക് പറഞ്ഞു എന്നാണ് പറയുന്നത്? അപ്പോൾ നിങ്ങളീ പറഞ്ഞ സിസ്റ്റമിക് ഫെയിലിയർ മാത്രമൊന്നുമല്ല, ഒരു പരിധി വിട്ട അഹങ്കാരം, ഒരു പരിധി വിട്ട താൻപോരിമ മൊത്തത്തിൽ സിസ്റ്റത്തിലുണ്ട്. ഇന്ന് ഈ വിഷയം ഡീൽ ചെയ്തപ്പോഴുണ്ട്, ഡോക്ടർ ഹാരിസിനോട് ഡീൽ ചെയ്തപ്പോഴുണ്ട്. ഡോക്ടർ ഹാരിസ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 2 വർഷം മുമ്പ് അദ്ദേഹത്തെ പോലെയുള്ള മനുഷ്യരെ എത്ര പേരെ ഇങ്ങനെ ആ ഓഫീസിൽ വിളിച്ചു വരുത്തി, എത്ര ഡോക്ടർമാരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും? ഇത് സിസ്റ്റമിക് ഫെയിലിയർ മാത്രമല്ല, മന്ത്രി 2-3 ദിവസം പറഞ്ഞതുപോലെ സിസ്റ്റമിക് ഫെയിലിയർ മാത്രമല്ല, ഇത് ആ സിസ്റ്റം നന്നാക്കാനുള്ള യാതൊരു ഉദ്ദേശവുമില്ലെന്ന് മാത്രമല്ല, ഓരോ ദിവസവും പറഞ്ഞും ചെയ്തും കൂടുതൽ കുഴപ്പങ്ങളിലേക്കാണ് പോകുന്നത്. മന്ത്രിക്ക് വീഴ്ചയോ എന്നതാണ് ചോദ്യം. ഈ വിഷയത്തെ 2ആയി തന്നെ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം.
തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നൊരു സിസ്റ്റമിക് വീഴ്ചയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം 9 വർഷമായുള്ള പിണറായി സർക്കാരിനാണ്. 2021 മുതലുള്ള ആരോഗ്യവകുപ്പ് മന്ത്രിക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അതിലൊരു വീഴ്ച വന്നു എന്നുള്ളതാണ് എൻ്റെ പ്രാഥമിക അഭിപ്രായം. 2, രക്ഷാപ്രവർത്തനത്തെ മാത്രം മുൻനിർത്തിയാൽ അവിടെ വീഴ്ച സംഭവിച്ചത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. അതിലേതെങ്കിലും തരത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയോ VN വാസുവിനെയോ മാത്രം കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഞാൻ രണ്ടാമത്തതിൽ തുടങ്ങാം. രക്ഷാപ്രവർത്തനത്തിലേക്ക് എത്തിയാൽ രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ളതാണ് വാസ്തവം. എന്താണ് രക്ഷാപ്രവർത്തനം വൈകാനുള്ള കാരണം? അപകടം നടക്കുന്നത് 10:35. ഈ വിവരം നമ്മളാണ് ആദ്യം പുറം ലോകം അറിയിക്കുന്നത്. 10:58 ആകുമ്പോഴേക്കും നമ്മുടെ ഈ ബ്രേക്കിംഗ് ഗ്രൂപ്പിലേക്ക് വാർത്ത വരുന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നു. ഞാനും സ്മൃതിയുമാണ് ആ വാർത്ത വായിക്കുന്നത്. ആ വാർത്ത വന്ന് ഏകദേശം 45 മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ മുന്നിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയും VN വാസുവിനും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതനുസരിച്ച് അവിടെയുള്ള മുഴുവൻ ആളുകളും നമ്മളടക്കമുള്ളവർ കൊടുത്തുകൊണ്ടിരുന്നത് 2 പേർ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ്. കാര്യം ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറയുന്നു. ബാക്കിയുള്ള ആരും ആ സമയത്ത് പറയുന്നില്ല. തുടർന്ന് ഏകദേശം ഒരു 11:45 കൂടിയാണ് ജിമ്മിക്ക് ഒരു വോയിസ് വരുന്നതും ജിമ്മിയോട് മാധ്യമപ്രവർത്തകർ സംസാരിക്കുമ്പോഴാണ് ഇനി ഒരാൾ കൂടി ഉണ്ടോ എന്നൊരു സംശയം ബലപ്പെടുന്നത്. അത് ആദ്യം കൊടുക്കുന്നത് നമ്മളാണ്. പക്ഷേ നമുക്ക് ഉറപ്പിച്ച് കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം ആളകത്തില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു തെറ്റായ വാർത്തയാവും. പലപ്പോഴും നമ്മൾ ആ ആവേശം നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ലഭിച്ച ആധികാരിക രേഖയിൽ നിന്നാണ്, ആധികാരികമായി നമുക്ക് ലഭിച്ച ശബ്ദ സന്ദേശത്തിൽ നിന്നാണ് അവിടെ ബിന്ദു ഇതിനിടയിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ടെന്ന് അപ്പോഴും നമ്മൾ സംശയം എന്ന നിലയിലാണ് കൊടുക്കുന്നത്. ഏകദേശം 12 മണിയോട് അടുപ്പിച്ചു നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരും അതിനിടയിൽ ആൾ പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ. എന്നാൽ അതിനുശേഷം സംഭവിച്ചതാണ് ഏകദേശം 1 മണിക്കൂറോളം പിന്നീട് ഈ JCB വരുന്നതിന് ഒരു സാങ്കേതികമായ തടസ്സമുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വീഴ്ചയുടെ കാര്യത്തിൽ, രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചയുടെ കാര്യത്തിൽ നമ്മൾ ആരെയാണ് കുറ്റം പറയുക, അതിൽ ആർക്കാണ് വീഴ്ച വന്നത് എന്നാണ് പറയേണ്ടത്. ഞാൻ ബിന്ദുവിൻ്റെ ഭർത്താവ് വിസ്തൃതൻ്റെ ഒരു ബൈറ്റ് ഞാൻ പ്രേക്ഷകരെ അറിയിക്കാം. രക്ഷാപ്രവർത്തനം ടു കോട്ട് വിസ്തൃതൻ, മരിച്ച ബിന്ദുവിൻ്റെ ഭർത്താവ്, രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയ ഒരു ഏരിയ അല്ല. അതിനകത്ത് JCB അടക്കം കൊണ്ടുവരുന്നതിന് പരിമിതിയുണ്ട്. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തിരക്ക് പിടിച്ച സമയവുമായിരുന്നു. ഒരല്പം താമസിച്ചു പോയി അദ്ദേഹം പറഞ്ഞു. അപകടം നടക്കുന്ന സമയത്ത് താൻ ബ്ലഡ് ബാങ്കിലായിരുന്നുവെന്നും കൊച്ചെന്നെ നിലവിളിച്ച് വിളിച്ചപ്പോഴാണ് ഓടി വരുന്നതെന്നുമാണ് വിസ്തൃതൻ പറയുന്നത്. ഇത് മരിച്ചുപോയ ബിന്ദുവിൻ്റെ ഭർത്താവ് വിസ്തൃതൻ പറയുന്നതാണ്. ഇതുകൂടി നമ്മൾ കേൾക്കണം. അപ്പോൾ എന്താ പ്രശ്നം? ഒരു രക്ഷാപ്രവർത്തനം സാധാരണ രീതിയിൽ ഇതേപോലെ JCB കൊണ്ടുവന്ന് നടത്താൻ പറ്റിയൊരു സ്ട്രക്ചറേ ആയിരുന്നില്ല ആ കെട്ടിടത്തിന്. അത് പറഞ്ഞു തന്നെ പോകണം. ആ കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്താ? കെട്ടിടം ഒരു 4 കെട്ടിൻ്റെ രൂപത്തിലുള്ളൊരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്ത് താഴ്ന്ന നിലയിലാണ് ഒരു റേഡിയോ ഡയഗ്നോസിസിംഗ് പരിശോധനാ മുറിയുണ്ട്. ആ പരിശോധനാ മുറിക്ക് ശേഷം മുകളിലാണ് ബാക്കി 2 വാർഡുകൾ പ്രധാനമായിട്ടും ഉള്ളത്. റേഡിയോ ഡയഗ്നോസിസ് ഡിപ്പാർട്ട്മെൻറ്റ് താഴത്തെ നിലയിൽ, അതിന് തൊട്ട് മുകളിൽ 11ാമത്തെ നില, അതിന് തൊട്ട് മുകളിൽ 14ാമത്തെ വാർഡ്, അതിന് തൊട്ട് മുകളിൽ 10ാമത്തെ വാർഡ്. അപ്പോൾ താഴെ 11, 14, 10. ഇതിൽ 11ാമത്തെയും 14ാമത്തെയും 10ാമത്തെയും വാർഡിൽ രോഗികളുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ 14ാമത്തെയും 11ാമത്തെയും, അതായത് 2ാമത്തെയും 1ാമത്തെയും വാർഡിനോട് ചേർന്നുള്ള ടോയ്ലറ്റ് ബ്ലോക്ക് പൂർണ്ണമായും അടച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെയാണ് ചില സ്റ്റോറിൽ ചില സാധനങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ 3ാമത്തെ നിലയിലുള്ള 10ാമത്തെ വാർഡിൽ ഈ സർജറി നടക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു തിയേറ്ററും കൂടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറുഭാഗത്ത് സർജിക്കൽ തിയേറ്ററാണ്, അതായത് ഓപ്പറേഷൻ കോംപ്ലക്സ് മറുഭാഗത്തുണ്ട്. അതാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ടോയ്ലറ്റ് ബ്ലോക്കിന് പകരം ആ കെട്ടിടത്തിൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന ഭാഗമോ, ആ ഓപ്പറേഷന് തൊട്ട് താഴെയുള്ള 16, 13 വാർഡുകൾ, 10, 11, 14 വാർഡുകളുടെ ഏതെങ്കിലും ഭാഗമാണ് വീഴുന്നതെങ്കിലോ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. 120 പേരെയാണ് ഒഴിപ്പിച്ചത്. നോക്കൂ, അവിടെയുള്ള കണക്കുകൾ 6 വാർഡുകളാണ് ആ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. 360 കിടക്കകളുണ്ടായിരുന്നു. പല കിടക്കകളിലും രോഗികളുണ്ടെന്നേ. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ആ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലടക്കം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അണുശുചീകരണമുള്ള അല്ലെങ്കിൽ അണുവിമുക്തമായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് എന്ന രീതിയിലാണ് താൽക്കാലിക സംവിധാനത്തിൽ, അതായത് 2016 ശേഷം അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ലെന്ന് പറഞ്ഞിട്ടും അവിടെ ആ ശുചിമുറികൾ വളരെ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചിരുന്നത്. അതായത് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലെ ശുചിമുറിയായിരുന്നു അത്. ആ ശുചിമുറി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതാണ് വാസ്തവം. അതാണ് 10ാമത്തെ വാർഡിലുള്ള ശുചിമുറിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ നടുക്കുള്ളതൊരു പാസേജ് മാത്രമാണ്. ആ പാസേജിലേക്ക് വരാൻ ഒരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ല് തകർത്താൽ മാത്രമേ ഈ JCB അവിടേക്ക് വരുള്ളൂ. അപ്പോൾ അതുവരെയും 2 പേർ മാത്രമെന്ന് വിശ്വസിക്കുകയും 12 മണിയോട് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് VN വാസുവിന് തീരുമാനം എടുക്കുന്നു. VN വാസുവിൻ പറഞ്ഞത് ശരിയാണെങ്കിൽ JCB പുറത്തുനിന്ന് വിളിക്കുന്നു, JCB വരുന്നു. അപ്പോൾ വീഴ്ച പറ്റിയത് ആർക്കാണ്? ഏതൊരു ദുരന്ത നിവാരണ അതോറിറ്റിയിലെയും ആദ്യത്തെ വീഴ്ച അവിടുത്തെ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്. ആ ഉദ്യോഗസ്ഥരാണല്ലോ അതിനകത്ത് എക്സ്പേർട്ട്. ഇത് മാറ്റേണ്ടതുണ്ടോ, ആളുകൾ അവിടെ ഉണ്ടോ, ഇനി ആളുകളില്ലെങ്കിൽ പോലും അത്തരമൊരു കെട്ടിടം ഇടിഞ്ഞു വീഴുമ്പോൾ സ്വാഭാവികമായും 10ാമത്തെ വാർഡിലെ ടോയ്ലറ്റ് ബ്ലോക്കാണ് ഇടിഞ്ഞു വീണതെന്ന് ഒറ്റ ലോജിക്ക് മതി.
ദാറ്റ് ഈസ് എ സിംഗിൾ ലോജിക്. ആ സിംഗിൾ ലോജിക്കിലാണ് കാര്യങ്ങൾ അറിയേണ്ടത്. അതാരാണ് പറയേണ്ടത്? അവിടുത്തെ സൂപ്രണ്ടാണ് പറയേണ്ടത്. ഇപ്പോൾ വന്നിരിക്കുന്നു സൂപ്രണ്ടിൻ്റെ പ്രതികരണം. ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വീഴ്ചയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും സൂപ്രണ്ട് ഏറ്റെടുത്തിരിക്കുന്നു. സൂപ്രണ്ട് മാത്രമല്ല, അവിടുത്തെ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും ഏറ്റെടുക്കണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം ഈ വിഷയത്തിൽ ഈ ഡെബ്രിസുകൾ, ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു മനുഷ്യജീവൻ ഉണ്ടോ എന്ന് തിരയേണ്ടതിൻ്റെ സാങ്കേതിക ഉത്തരവാദിത്വം ഈ ഉദ്യോഗസ്ഥനാണ്. ഈ ഉദ്യോഗസ്ഥനാണല്ലോ മന്ത്രിമാർക്ക് ഫീഡ് ചെയ്യുക. മന്ത്രിമാർക്ക് ഈ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന സാങ്കേതികമായതുമാണുള്ളത്. അങ്ങനെയാണ് മന്ത്രിമാർ ആ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന് മന്ത്രിമാർ എന്ത് ചെയ്തു? അതിനുശേഷം അവിടെയാണൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഒരു പാളിച്ച പറ്റിയത് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചു. അതായത് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കൊടുക്കുന്നത് ആദ്യമേ പറയുകയും അങ്ങനെ ആ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് തുടർന്ന് ഈ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മേൽ മെക്കിട്ട് കയറിയും ഇതിനെ നിങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കുന്നു എന്ന ആംഗിളിലേക്ക് ഡിസ്കഷൻ മാറ്റി. അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു പാളിച്ച സംഭവിച്ചത്. അപ്പോൾ ആ അർത്ഥത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വീഴ്ച പ്രാഥമികമായി സംഭവിച്ചിരിക്കുന്നത് അവിടുത്തെ സൂപ്രണ്ടിനും ആ സൂപ്രണ്ടിൻ്റെ നിർദ്ദേശമനുസരിച്ചോ നിർദ്ദേശമനുസരിക്കാതെയോ ഈ JCB അടക്കമുള്ളവ വിളിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ ആദ്യത്തെ 1 മണിക്കൂറിലെത്തിയ അവിടുത്തെ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്കുമാണ്. ഈ വിവരം ഉദ്യോഗസ്ഥരെ മന്ത്രിമാരെ തെറ്റായി ധരിപ്പിച്ച ഉദ്യോഗസ്ഥരാണ്. അതാണ് മന്ത്രിമാർ നമ്മളോട് ബ്രീഫ് ചെയ്യുക സ്വാഭാവികമായും. അതല്ലാതെ ഒരാൾ ജീവനോട് താഴെ ഉണ്ടെങ്കിൽ ഒരാൾ കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആരോഗ്യ ഉപമന്ത്രിയല്ല, മറ്റാരും അങ്ങനെ കള്ളം പറയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ പ്രശ്നം എന്താ? VN വാസവൻ വന്ന് പറഞ്ഞൊരു കാര്യം, ഈ മുകളിലത്തെ 10ാമത്തെ വാർഡിൽ ടോയ്ലറ്റ് ബ്ലോക്ക് ഉപയോഗിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അത് VN വാസവൻ അറിയേണ്ടതായിരുന്നു. കാര്യം ആ VN വാസവൻ്റെ ജില്ലയിലാണ്. കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ഒരു ഇല അനങ്ങിയാൽ VN വാസവൻ അറിയും. അത്രയും സ്വാധീനശേഷിയുള്ള ഒരു മന്ത്രി കൂടിയാണ്. അപ്പോൾ 10ാമത്തെ വാർഡിലെ ടോയ്ലറ്റ് ബ്ലോക്ക് പ്രവർത്തിച്ചു കൊണ്ടിരുന്നുവെന്നും അതിൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകുമായിരുന്നു എന്നുള്ള ഒരു വിവരം സൂപ്രണ്ട് അറിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സൂപ്രണ്ട് അറിയിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ആ വീഴ്ച നമുക്ക് അവിടെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ഇനി ഇതൊരു സിസ്റ്റമിക് ഫെയിലിയർ ആണ് എന്ന് പറയാനുള്ള കാരണം അത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉണ്ടെന്നേ. 2012-13 കാലഘട്ടത്തിലാണ് ഈ PWDയുടെ ഒരു എഞ്ചിനീയറുടെ റിപ്പോർട്ട് വരുന്നത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് വരുന്നത്. ആ എഞ്ചിനീയറുടെ റിപ്പോർട്ട് പ്രകാരം ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല. കാരണം അന്ന് ഏകദേശം 59-60 വർഷം പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്. ആ കെട്ടിടത്തിന് അത്രയും പഴക്കമുണ്ട്. 58 വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. ആ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല എന്ന റിപ്പോർട്ട് വരുന്നത് 2012-13 ആ ഫിറ്റ്നസ് റിപ്പോർട്ട് വന്നതിന് ശേഷം 1ാം പിണറായി സർക്കാർ 2014 വരുന്നത്. ഇതിപ്പോൾ സൂപ്രണ്ടിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്താൽ KK ശൈലജ ടീച്ചറും PWD അതോറിറ്റിയും കൂടി ചേർന്ന് 2016 തന്നെ പുതിയ കെട്ടിട നിർമ്മാണത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുന്നു. അതിൻ്റെ ഫിറ്റ്നസിനെ കുറിച്ച് പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഒരു കെട്ടിടത്തിൽ, അതും ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോട്ടയം പോലെ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിന് ബലക്ഷയമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനെടുത്ത വർഷം എത്രയാണെന്നറിയാമോ? 2016 തുടങ്ങിയ പരിശോധന തീരുന്നത് 2020 അവസാനം റിപ്പോർട്ട് കൊടുക്കുന്നത്. 3 ഏജൻസികൾ പഠിച്ചു. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ അതിനുശേഷം ഒരു സ്ട്രക്ചറൽ ലാബ്. ഈ 3 കേന്ദ്രങ്ങൾ പഠിച്ചിട്ടാണ് ഈ ബിൽഡിങ്ങിന് ഫിറ്റ്നസ് ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ഏത് കാലത്താണ് ജീവിച്ചിരിക്കുന്നത്? 68 വർഷത്തെ കെട്ടിടം. ഇപ്പോൾ 68 വർഷം പഴക്കമായി. ഇപ്പോൾ 68 വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ ഫിറ്റ്നസിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ 4 വർഷമെടുത്തു. ഫിറ്റ്നസ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ഈ കെട്ടിടം റീസ്ട്രക്ചർ ചെയ്യണോ, ഈ കെട്ടിടം ബലപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ 4 വർഷമെടുത്തു. ഞാനിതിൽ ഏറ്റവും ഗൗരവമായ വീഴ്ചയായിട്ട് കണക്കാക്കുന്നത് ഇതാണ്. ഈ ഡിലേ എങ്ങനെ സംഭവിക്കുന്നു? ഈ ഡിലേയുടെ മുന്നിൽ പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടറി ഇല്ലേ? അവിടെ വരുന്ന സാധാരണക്കാരായ മനുഷ്യർ, ഒരു തുണിക്കടയിലെ ജീവനക്കാരിയായി ഇവർ, ഒരു നിർമ്മാണ തൊഴിലാളിയാണ് വിസ്തൃതൻ, കുഞ്ഞവിടെ പഠിക്കുന്നതാണ്, ന്യൂറോ സർജറിക്ക് വേണ്ടിയിട്ട് വന്നയാളാണ്. ഒരു മകൻ പഠിക്കുന്നുണ്ട്. ആ ഭർത്താവിൻ്റെ മുന്നിൽ, ആ അച്ഛൻ്റെ മുന്നിൽ നമുക്ക് നോക്കാൻ പോലും വയ്യ. തകർന്നിരിക്കുന്ന മനുഷ്യനാണ്. സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് ബ്ലഡ് ബാങ്കിൽ പോയി തിരിച്ചു വരുമ്പോൾ ഭാര്യ നഷ്ടപ്പെട്ട വാർത്ത അറിയുകയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രയോറിറ്റി ഉണ്ടാവുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. അതാണ് സിസ്റ്റമിക് ഫെയിലിയർ എന്ന് ഞാൻ പറഞ്ഞത്. ആ സിസ്റ്റമിക് ഫെയിലിയർ ഇവിടെയുണ്ട്. ഫിറ്റ്നസ് കൊടുക്കാനുള്ള കാലതാമസം, ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, ഇതിൽ സൂപ്രണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. സൂപ്രണ്ട് പറയുന്നു ഇതെല്ലാം ബാക്കി പ്രവർത്തനമെല്ലാം തുടങ്ങി 2021 നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. 2021 നിർമ്മാണ പ്രവർത്തനം, കോവിഡ് കഴിഞ്ഞല്ലോ. കോവിഡ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടന്നത്. 2021 കിഫ്ബി വഴി 577 കോടി രൂപ ചെലവിലാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നത്. ആ കെട്ടിടം 2022-23 24 ആയപ്പോഴേക്കും പണി ഏകദേശം പൂർത്തിയായി. 2025 ജനുവരി ഫെബ്രുവരി ആയപ്പോഴേക്കും അതിൻ്റെ മിക്കവാറുമുള്ള എല്ലാ NOCകളും കിട്ടി. അടുത്ത മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു. ഇന്ന് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ന് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് 1 മാസം മുമ്പ് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇതിൻ്റെ NOC അടക്കം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അവിടുത്തെ ഫയർ ഓഫീസറുമായി സംസാരിച്ചപ്പോൾ പ്രാഥമിക NOC കിട്ടി. അവിടേക്ക് മാറ്റുന്നതിന് മറ്റ് സാങ്കേതിക തടസ്സമില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ളവ മാറ്റുമ്പോൾ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ്, പുതിയ എക്യുപ്മെൻറ്റ്സ് ചിലത് വരുത്തണം. ഇവിടെയാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞ പ്രശ്നം. ആ എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്തിട്ടില്ലായിരുന്നില്ല, പല എക്യുപ്മെൻറ്റ്സും. അവിടേക്ക് സർജറി വാർഡ് മാറ്റുന്നതിനുള്ള തടസ്സം അതായിരുന്നു. ആ തടസ്സമാണ് ഇനിയിപ്പോൾ
മാറ്റേണ്ടത്. അതാണ് 30 എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ മാസം 30-ാം തീയതിക്ക് മുമ്പ് മുഴുവൻ മാറ്റാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഈ വൈകലിന് ആര് ഉത്തരവാദിത്വം പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇതൊരു സിസ്റ്റത്തിൻ്റെ വീഴ്ചയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്തരവാദിത്വപ്പെട്ട മന്ത്രിമാർ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രതികരണത്തെക്കുറിച്ച് പറയാനുള്ളത്. മാധ്യമങ്ങളിൽ മാത്രമല്ല, മുഖ്യമന്ത്രി അവിടെ അവലോകനത്തിലെത്തുന്ന സമയത്ത് കൈരളി എന്ന് പറയുന്ന ചാനലിലെ മാത്രമാണ് ഇവിടേക്ക് കൊണ്ടുപോകുക. അതിൻ്റെ ഏർപ്പാടാ. ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയില്ലേ നമ്മളും അവിടെ ഈ കുപ്പായിട്ട് നിൽക്കുന്നത്? ഏതെങ്കിലും ഒരു മാധ്യമത്തെ മാത്രം കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്യിക്കാൻ കൊണ്ടുപോകുക, അതൊന്നും ബാക്കിയുള്ളവർക്ക് പ്രവേശനം നിഷേധിക്കുകയാണ്. അതെന്താണ് ആ സംവിധാനം? എന്താണ് കൈരളിക്ക് മാത്രം ഒരു പ്രിവിലേജ് ഉള്ളത്? അതങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഈ വിവരങ്ങളെല്ലാം പുറം ലോകത്തെ അറിയിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളാണ് എന്ന മട്ടിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്, അതേപോലെ നിങ്ങളിത് പർവ്വതീകരിക്കാൻ വരുന്നു എന്നുള്ളത് ഒക്കെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളാണ്. ആ വീഴ്ചകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബോധപൂർവം വരുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് അനുഭവ പരിചയത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കും സംഭവിക്കുക. അവരെ ഈ വിഷയത്തിൽ ഒരു അനുശോചനം അറിയിക്കുകയും ആ കുടുംബത്തെ പോയി കാണുകയും അവരുടെ നഷ്ടപരിഹാര തുക ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് പ്രഖ്യാപിക്കേണ്ടതാണെന്നാണ് എൻ്റെ പക്ഷം. കാരണം ആ കുടുംബത്തിന് മറ്റൊരു അത്താണിയിൽ ഒരു വലിയ വരുമാനം അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയത്തിൽ പ്രതിഷേധിക്കാൻ വരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെ, പ്രത്യേകിച്ച് ചാണ്ടിയുമൻ അടക്കമുള്ളവരെ അവിടെ വെച്ച് ഒരു ഡ്രാമ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവുക. എനിക്കൊന്നും അവരുടെ ബന്ധുവാണ് പ്രതികരിക്കാൻ വന്നത്. പ്രതികരിക്കാൻ വരുന്ന ഒരു സാഹചര്യത്തെ അതിനെ തടസ്സപ്പെടുത്തേണ്ട സാഹചര്യമില്ല. ഈ വിഷയങ്ങൾ വളരെ വൈകാരികമാണ് എന്നത് കൂടി തിരിച്ചറിയുക. പ്രത്യേകിച്ച് ഹാരിസ് ചിറക്കൽ എൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വാർത്തകൾ സജീവമായി നിൽക്കുമ്പോൾ വളരെ കരുതലോടുകൂടി പ്രതികരിക്കേണ്ടതിന് പകരം മാധ്യമങ്ങളുടെ മേൽ മക്കിട്ട് കയറാൻ വരുന്നത് അത്ര ശരിയായ ഒരു രീതിയല്ല. ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അർത്ഥത്തിൽ ഒരു സിസ്റ്റമിക് ഫെയിലിയർ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ മന്ത്രിമാരുടെ ഇടപെടലിൽ കുറച്ചുകൂടി പാകതയാകാമായിരുന്നു എന്നതാണ് എൻ്റെ ടേക്ക്. എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു. ഇനി നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ കേരളത്തിലുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ എത്ര എണ്ണം ഇങ്ങനെ പഴകിദ്രവിച്ച് വീഴാതായി നിൽക്കുന്നു? അത് വർഷങ്ങൾ പഴക്കമുണ്ടോ നിങ്ങളുടെ ഫിറ്റ്നസ് റിപ്പോർട്ടിന്? അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുക. അതല്ലെങ്കിൽ ഈ സർക്കാർ ഇറങ്ങി പോകുമ്പോഴേക്കും 1-2 കെട്ടിടങ്ങൾ കൂടി തകരാനുള്ള ശേഷി നമുക്കില്ല എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇടുക്കിയിലെ മെഡിക്കൽ കോളേജിന് ഇന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. ഇതുവരെയും ഫയർ NOC കിട്ടിയിട്ടില്ല. ഫയർ NOCക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. ഫയർ NOCക്ക് ഇടുക്കിയിലെ മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാണ്. ഇതുവരെയും ഈ നിമിഷം വരെയും അത് കിട്ടിയിട്ടില്ല. 3 വർഷമായി എന്നത് ഓർമ്മിക്കണം. എന്തുകൊണ്ടാണ് ഇടുക്കി മെഡിക്കൽ കോളേജിന് ഒരു ഫയർ എഞ്ചിൻ അവിടെ കയറി വരാൻ പറ്റത്തില്ല? രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യം നമ്മൾ പറയുമല്ലോ. ഇടുക്കി മെഡിക്കൽ കോളേജിൽ തീ പിടിച്ചാൽ അവിടെ കിടക്കുന്ന മനുഷ്യർ വെന്തുരുകി പോവുകയുള്ളൂ. അവിടെ ഫയർ എഞ്ചിൻ വരാത്ത സാഹചര്യമാണ്. അപ്പോൾ ഈ വീഴ്ചയ്ക്കൊക്കെ ഉത്തരവാദി ആരാണ് എന്നുള്ളത് ആലോചിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് വീഴ്ചയുണ്ട്, അത് സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണ്. മന്ത്രിമാരുടെ ഭാഗത്ത് ഈ പ്രതികരണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. നമുക്കൊരു മന്ത്രിക്ക് വീഴ്ചയോ എന്താണ് ചോദ്യം? ആന്റോ അഗസ്റ്റിൻ, മന്ത്രിക്ക് വീഴ്ച പറ്റിയോ? അരുൺ സാറേ, സാധാരണ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ജനങ്ങൾക്ക് ചെയ്യേണ്ട 2 കാര്യങ്ങളെന്ന് പറയുന്നത് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്ത് ജീവനാണ് സംരക്ഷിച്ചതെന്നുള്ളതാണ്. കേരളത്തിലെ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ അവരുടെ രോഗം ചികിത്സിക്കാൻ വേണ്ടി വരുന്നു. ആ ചികിത്സിക്കാൻ വരുന്നതിനാണ് ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി വരികയാണ്. അപ്പം എന്താണ് സംഭവിക്കുന്നത്? അവിടെ ആ കെട്ടിടം ഇടിഞ്ഞു വീണ് അദ്ദേഹം മരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറേ നാളുകളായി ഇത് പറയുന്നതാണ്. 2 കാര്യങ്ങളിലാണ് ഞാൻ നേരത്തെ പറയുന്ന ഈ ഇടതുപക്ഷ സർക്കാർ പ്രശ്നത്തിൽ പോകുന്ന ഏക 2 വിഷയം ഏതാണെന്നറിയോ? ഒന്ന് വനം വകുപ്പും ഒന്ന് ആരോഗ്യ വകുപ്പും. എത്രയോ നാളെ ഞാൻ റിപ്പോർട്ടർ TV തുടങ്ങിയ കാലം തുടങ്ങി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്ന കാരണം ഇത് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള വീഴ്ച എന്നുള്ളത് കൊണ്ടാണ്. എന്താണ്, നമ്മളൊരു വാർത്ത പറയുമ്പോൾ കേരളത്തിലെ എല്ലാ വകുപ്പുകൾക്കെതിരെയും എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങളും വാർത്ത ചെയ്യുമല്ലോ. ആരെങ്കിലും ഏതെങ്കിലും പ്രതികാര ബുദ്ധിയോട് സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മന്ത്രി? 21 മന്ത്രിമാരില്ലേ, ഒരാൾ പ്രതികരിക്കുന്നുണ്ടല്ലോ. പക്ഷേ വീണ ജോർജിനെതിരെ ഒരു വാർത്ത വന്നാൽ അതിന് പ്രതികരിച്ചിട്ടുണ്ടാവും. അത് പ്രതികരിച്ചാൽ പറയും. അപ്പോൾ നമ്മളോട് എന്താ പറയുന്നറിയോ? ഇത് നിങ്ങൾ അവർക്കെതിരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ്, വ്യക്തിപരമായി ആക്രമിക്കുകയാണ് എന്ന് പറയും. ഇന്നത്തെ സംഭവം എന്താണ്? ഇന്നത്തെ സംഭവം അവർക്ക് വന്ന് പറഞ്ഞാൽ മതി. ഇവർ വീഴ്ച പറ്റി. വീഴ്ച ആർക്കാണ് പറ്റാത്തത്? ലോകത്ത് വീഴ്ച പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? വീഴ്ച പറ്റും. അവർ ആ വീണ ഈ കെട്ടിടിഞ്ഞ് വീണ സ്ഥലത്തില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അവർക്കറിയില്ല. ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുത്തായിരിക്കും. ഈ ബാത്റൂം ഉപയോഗശൂന്യമായിരുന്നു, ഉപയോഗിക്കാത്തതായിരുന്നു, വേസ്റ്റ് ഇടുന്നതായിരുന്നു, ഇത് ഇടിഞ്ഞ് വീണു എന്ന് അതിൻ്റെ അകത്ത് ആരുമില്ല എന്ന് പറഞ്ഞു കൊടുത്തായിരിക്കും. അവരവിടെ പോയി നോക്കിയിട്ടൊന്നുമില്ലല്ലോ. അവിടെ മാധ്യമങ്ങൾക്ക് പോലും മനസ്സിലായിട്ടില്ല, ആർക്കും മനസ്സിലായിട്ടില്ല. അവർക്ക് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല ഇതിങ്ങനെ ഇടിഞ്ഞു വീണതായിരുന്നു എന്ന് പറയാൻ കഴിഞ്ഞില്ല? ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഇതിൻ്റെ അകത്ത് ആൾ കുടുങ്ങിയിരിക്കുന്ന അറിയാൻ കഴിഞ്ഞിട്ടില്ല. അറിഞ്ഞപ്പോടെ ഞങ്ങൾ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് VN വാസവൻ അതാണല്ലോ പറഞ്ഞത്. ഞാൻ അറിഞ്ഞു എനിക്ക് തോന്നിയപ്പോൾ ഞാൻ JCB കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അവർക്ക് നിന്നവർക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അവിടുത്തെ മെഡിക്കൽ കോളേജ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവിടുത്തെ സൂപ്രണ്ടുണ്ട്, അവിടുത്തെ ആ കോളേജുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്, ഫയർഫോഴ്സിൻ്റെ ആൾക്കാരുണ്ട്. അവർക്കൊന്നും തോന്നിയില്ലല്ലോ. അവിടെ വന്നപ്പോൾ തോന്നിയത് ആർക്കാണ്? VM വാസവനാണ്. വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ആ പറഞ്ഞ കാര്യത്തിനകത്ത് ഇങ്ങനെ തോന്നി
ഞാൻ വിളിച്ചു വരുത്തി, JC വിളിച്ചു വരുത്തി എന്നുള്ളത് അതൊരു കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പം ഞാൻ ഒരു സംഭവം, നമ്മൾ ആ മന്ത്രിമാർ രണ്ടുപേരും അവിടെ ഇല്ല എന്നുള്ളത് അറിയാം. വീണ ജോർജ് എങ്ങനെയാണ് അവിടെ വരുന്നത്? വീണ ജോർജിന് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ എത്തിയതാണ്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കിടക്കുന്ന വീണ ജോർജ് എന്തായാലും കോട്ടയത്ത് ഉണ്ടാവാൻ വഴിയില്ലല്ലോ, ഉണ്ടായിരുന്നു, അതുകൊണ്ട് എത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു തെറ്റ് പറ്റി, എന്നെ ഇത് തെറ്റിദ്ധരിപ്പിച്ചു, അത് അവിടെ ന്യായീകരിക്കേണ്ട കാര്യമില്ലെന്ന്. ഈ ന്യായീകരണങ്ങളാണ് ഈ ഞാൻ പറയുന്നില്ല, ആദ്യം തുടങ്ങിയ അവസാനം വരെ വീണ ജോർജ് എന്നുള്ള മന്ത്രിനെ പ്രശ്നത്തിലാക്കുന്ന ഈ ന്യായീകരണങ്ങളാണ്. എന്നിട്ട് എന്താണ്, ഒരു സ്ത്രീ മരിച്ചു എന്ന് ഉറപ്പിച്ചല്ലോ, ആ പത്രസമ്മേളനം, അത് കഴിഞ്ഞിട്ടുള്ള ആ പത്രസമ്മേളനം നടത്തുമ്പോൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ, ജനങ്ങളെല്ലാവരും എന്താ പ്രതീക്ഷിക്കുക? ഇവർക്കെതിരെ ഒരു അനുശോചനം പറഞ്ഞ് ഇങ്ങനെ സംഭവിച്ചു പോയി, മനസ്സിലായോ, അതിൻ്റെ അന്വേഷണം നടത്തും, അതിന് തക്കതായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുക. ഇനി ഇതുപോലെയുള്ള ഒരു സംഭവം നടക്കാതെ നമ്മൾ തൊട്ടടുത്ത ബിൽഡിങ്ങിലേക്ക് ഇന്ന് തന്നെ മാറുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട വാർത്ത. വരുന്ന ഭാഗത്ത് എന്താ എടുത്തുകൊണ്ട് വരുന്നത്? 2013 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് എടുത്തുകൊണ്ട് വരികയാണ്. UDFൻ്റെ കാലത്തുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. എന്തിനാണ് അങ്ങനെ ഒരു സാധനം ഇന്നത്തെ അത് ആ ഒരു ഔചിത്യം എന്താ? അങ്ങനെ ഒരു സാധനം എടുത്തുകൊണ്ട് വരുന്ന ഒരു ഔചിത്യം എന്താണ്? അങ്ങനെ ചെയ്യാൻ പാടുമോ? അവരൊരു മാധ്യമപ്രവർത്തകയായിരുന്ന സ്ത്രീയാണെന്നല്ല, ഒരു മന്ത്രിയായിരുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാമല്ലോ എന്താണ് ഒരു മാധ്യമ സ്ഥാപനം, ഒരു മാധ്യമ പ്രവർത്തകർ ചെയ്യുക എന്നും എങ്ങനെയാണ് അതിനെ വാർത്തയായി കൊടുക്കുക എന്നുള്ളത് അറിയാം. ആ ആൾ തന്നെ എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? ഇതാ 2013 3 വർഷം UDF ഒന്നും ചെയ്തിട്ടില്ല, ശേഷം ഞങ്ങൾ 2021 ഇത് ചെയ്തു എന്നുള്ളതാണ്. അതൊന്നും അല്ലല്ലോ ക്വസ്റ്റ്യൻ. ഇന്ന് അവിടെ ഒരു കെട്ടിടം ഇടിഞ്ഞ് വീണ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. അവർക്ക് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ന്യായീകരിച്ച് എന്താ ഈ വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറയുന്ന പോലെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് മുൻപ് സംഭവിച്ചിട്ടുള്ളതാണ്. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ഞാൻ പറയുന്നത് ഈ മെഡിക്കൽ സംവിധാനം, ഈ മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല, കേരളത്തിൽ എത്ര വകുപ്പുകളുടെ എത്ര ബിൽഡിങ്ങുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാതെ കിടക്കുന്നുണ്ടെന്നറിയോ? നിങ്ങൾ കേരളത്തിൽ പഞ്ചായത്ത് ഓഫീസുകൾ പലതൊന്ന് പോയി നോക്കണം, ചില വില്ലേജ് ഓഫീസുകൾ പോയി നോക്കണം, മനസ്സിലായോ? 10, 50, 80, 90 വർഷമായി ഓടിട്ട് കിടക്കുന്ന ബിൽഡിങ് ഇതിൻ്റെ അകത്താണ് പിന്നെ ഈ പറഞ്ഞ ഈ വില്ലേജ് ഓഫീസുകളും പഞ്ചായത്ത് ഓഫീസുകളും വർക്ക് ചെയ്യുന്നത്. എത്ര ആൾക്കാർ പാവപ്പെട്ടവരാണല്ലോ ഇവിടെയൊക്കെ കയറി ഇറങ്ങുന്നത്, അവർക്ക് അറിയില്ലാത്തവരാണല്ലോ, ഇതിന് ആവശ്യത്തിന് വേണ്ടി വരുന്നവനായിരിക്കുമല്ലോ. എത്ര താലൂക്ക് ഹോസ്പിറ്റലുകൾ ഈ പഴയ ബിൽഡിങ്ങിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതുപോലെ ഒരു വലിയ മെഡിക്കൽ കോളേജ്, നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടല്ലോ, കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ തിണ്ണയിലാണ് ആൾക്കാർ കിടക്കുന്നത്. എന്തുകൊണ്ടാണ് കിടക്കുന്നത്? അവിടെ കിടക്കാൻ സ്ഥലമില്ല. എന്ന് പറഞ്ഞാൽ ബെഡ് കൊടുക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ പൂട്ടിയിട്ടെന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യും ജനങ്ങൾ. നിങ്ങൾ പൂട്ടിയിട്ട് ബാത്റൂം ആണെങ്കിലും ജനങ്ങൾക്ക് വേറെ ഓപ്ഷനില്ല, അത് പോയി യൂസ് ചെയ്യുന്നുള്ള. അത് ഈ മന്ത്രിമാർക്ക് അറിയാത്തതാണോ? തിണ്ണയിൽ കിടക്കാത്തോ? അപ്പം എന്താണ്, ഒരു സ്ഥലത്ത് ഒരു അപകടം ഉണ്ടായെന്ന് പറയുമ്പോൾ അരിച്ച് പറക്കേണ്ട ആൾക്കാരായിരിക്കണം അവിടെ. അങ്ങനെ ഇൻസ്ട്രക്ഷൻ അവിടെ വേണം. അങ്ങനെ ഇൻസ്ട്രക്ഷൻ ഇല്ല പൊതുവായിട്ട്. എക്യുപ്മെൻറ്റ് വാങ്ങുക എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സ്വകാര്യ സ്ഥാപനം നോക്കുക. ഒരു സ്വകാര്യ സ്ഥാപനത്തിന് വരെ എന്തൊക്കെ, ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ തന്നെ എന്തൊക്കെ സാധനം മേടിക്കണം എന്നുള്ളത് നമുക്ക് ഒരു ദിവസം മണിക്കൂർ എത്ര ആൾക്ക് ആലോചിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു ആരോഗ്യ മേഖല, ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖല, ഒന്നും സംശയമില്ല, നമുക്കെല്ലാം അത് അംഗീകരിച്ച് തന്നെയാണ് പോകുന്നത്. ഈ ആരോഗ്യ മേഖല നല്ലത് തന്നെയാണ്. ഇപ്പം മറ്റുള്ള സംസ്ഥാനത്ത് വെച്ച് നോക്കിയാലും മറ്റുള്ള രാജ്യത്തെ വെച്ച് നോക്കിയാലും അതിനേക്കാൾക്ക് നല്ല ആരോഗ്യ മേഖലയാണ്. പക്ഷേ എന്താണ്, കാലാനുസൃതമായിട്ടുള്ള അപ്ഡേഷൻ നമ്മൾ നടത്തണ്ടേ? ആ അപ്ഡേഷൻ നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇന്നും ഓരോ മെഡിക്കൽ കോളേജിലും, ഇപ്പോൾ ഇന്ന് കോഴിക്കോട് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്, എക്യുപ്മെൻറ്റ് മേടിച്ചു കൊടുക്കാൻ ഷീറ്റ് കൊടുത്തു എന്നുള്ളതാണ്. അവിടെ മേടിക്കാൻ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് എക്യുപ്മെൻറ്റ് മേടിച്ചു കൊടുക്കാൻ ഷീറ്റ് കൊടുത്തു, ഡോക്ടർ ഷീറ്റ് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അവിടെയും ഇത് അപ്രഖ്യാപിത നിയമമായിട്ട് നടക്കുകയാണ്, അലിഖിത നിയമമായിട്ട് നടക്കുകയാണ്. അവിടെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഈ സാധനം വേണം എന്നുള്ളതാണ്. എന്തുകൊണ്ട് നമുക്ക് ഒരു മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമുള്ള സാധനം അവിടെ ബഡ്ജറ്റ് കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് നിശ്ചയിച്ച് ആ ബഡ്ജറ്റിൽ കൊണ്ട് അവിടെ സാധനം മേടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ ലോകമൊക്കെ അത്രയും വളർന്നില്ലേ, മനസ്സിലായില്ലേ? ഒരു മൊബൈൽ ആപ്പിൻ്റെ അകത്ത് ലോക ട്രാൻസാക്ഷൻ മുഴുവൻ നടക്കുന്ന കാലമായി മാറി. ഒരു മൊബൈൽ ആപ്പ്, നമ്മൾ ഗൂഗിൾ പേ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളും ഞാനും ഇവരും എല്ലാം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അത്രയധികം ലോകം വളർന്നു. എന്നിട്ട് നമുക്ക് എന്താണ്, നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ അകത്ത് ഒരു സ്ഥാപനത്തിൻ്റെ അതിൻ്റെ മേധാവിക്ക് ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാനുള്ള മുഴുവൻ പവർ കൊടുക്കാൻ കഴിയുന്നില്ല എന്നാണ്. അതിനൊരു ബഡ്ജറ്റില്ല. അതിൻ്റെ ബഡ്ജറ്റ് എങ്ങനെയാണ്? 6,000 കോടി 7,000 കോടി ടോട്ടലായിട്ട് വകയിരുത്തിയിട്ട് ഇത് നടക്കാത്ത, ഈ ബഡ്ജറ്റ് തുടങ്ങി തട്ടിപ്പാണ്. ബഡ്ജറ്റ് തുടങ്ങി 10,000 കോടി വകയിരുത്തും. എന്നിട്ട് അതിൻ്റെ അവസാനം എടുത്ത് നോക്കുമ്പോൾ 2,000 കോടി കൊടുത്തിട്ടുണ്ടാവും. ബാക്കി 4,000 കോടി എവിടുന്ന? 4,000 കോടി ഇല്ല, മനസ്സിലായോ? അപ്പോൾ വകയിരുത്തുന്നതൊന്ന്, ചെയ്യുന്നതൊന്നും മറ്റൊന്നും വേറെ. ഇത് നടപ്പിലാക്കാൻ സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ. ഞാൻ നേരത്തെ പറയുന്നുണ്ട് എന്താണ്, കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, എല്ലാ മെഡിക്കൽ കോളേജുകളും ആരോഗ്യ മേഖലയ്ക്കും സംവിധാനം വേറെ വേണം. കാരണം എന്താണ്, ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. ആന കുത്തിക്കൊല്ലാൻ വരുന്നതിന് നമ്മളെന്താ പറയുന്നത്? ആനയോട് വരാതിരിക്കാൻ പറഞ്ഞാൽ ആന വരാതിരിക്കില്ലല്ലോ. അതിന് ഫെൻസിങ് ഇടുക എന്നുള്ളത് ഓപ്ഷനുള്ളൂ. മരുന്ന് ആവശ്യപ്പെട്ട് രോഗികൾ വരുന്ന സമയത്ത് 10 മരുന്ന് എഴുതി കൊടുക്കും. എന്നിട്ട് അതിന് 5 എണ്ണം മാത്രമേ മെഡിക്കൽ കോളേജിൽ ഉണ്ടാവുള്ളൂ. 5 എണ്ണം
അന്വേഷിച്ച് ലോകം നടക്കും. അത് റീഇംബേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനേക്കാളും പ്രാവശ്യം ക്യൂ നിൽക്കണം. ഇതാണ് കേരളത്തിലെ അല്ല പൊതുവായ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ സംവിധാനത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് ഒരു തന്മയത്വം വേണം. ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു തന്മയത്വം, ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ കൈകാര്യം ചെയ്യുക, ഒരു തന്മയത്വത്തോട് കൈകാര്യം ചെയ്യട്ടെ. ഞാനിവർ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല കേട്ടോ, കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മളങ്ങനെ വെറുതെ ഒരു കാര്യം സംഭവിച്ചു അതിനുവേണ്ടി ഇങ്ങനെ കുറ്റപ്പെടുത്തി അതാണ് മന്ത്രിക്കെതിരെ പറയുക എന്നുള്ളതൊന്നുമല്ലല്ലോ. പക്ഷേ എന്താണ്, മാറ്റം വരണം. അത് മാറ്റം വന്നില്ലേ അത് പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാർ അതിന് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഇങ്ങനെ പെരുമാറരുത്. ഇത് ഞാൻ പറയുന്നത് അറിയോ, പണ്ട് കാല കാരണന്മാർ പറയും, എന്ത് നിങ്ങളൊരു തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ ചെയ്യാത്തത്. പണ്ടൊക്കെ തെറ്റിയ സമയത്ത് ഇതുപോലെ മാധ്യമങ്ങളെയും മറ്റവരെയും ചീത്ത പറഞ്ഞ സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവോ ഏതെങ്കിലും ഒരു മന്ത്രിസഭയിലെ മന്ത്രിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഇതിങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഇനി അവസ്ഥ ഉണ്ടാവില്ല. ഇനിയെങ്കിലും തിരുത്തിയിട്ടുണ്ടെങ്കിൽ നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ മന്ത്രിക്ക് വീഴ്ച എന്ന ചോദ്യത്തിന് 4 പേരുടെയും അഭിപ്രായം വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. Meet the editors.